ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുധീഷ് പോലീസുകാരോട് പറയുന്നുണ്ട്, സാർ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ രക്ഷിച്ച് തരണം. ആ പെൺകുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സൈക്കോൻ്റെ തലയിൽ വെച്ച് കൊടുക്കും. നിങ്ങൾ കണ്ടതല്ലേ അയാൾ എങ്ങനെ പെരുമാറുന്നതൊക്കെ കണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിനക്കും ആ കുട്ടിയും തമ്മിൽ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പോലീസുകാരൻ്റെ മുന്നിൽ നമ്മുടെ സുധീഷ് ആണെങ്കിൽ കടന്ന് പെരങ്ങുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, അതുകൊണ്ടാണ് നമ്മുടെ നിധി വെള്ളപ്പൻ്റെ ഒപ്പം ഇറങ്ങി പോകുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സുധീഷ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൂര്യ വന്ന് പറയുന്നുണ്ട്, എന്താടാ നീ അഹങ്കരിക്കേണ്ട, അതിനെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സൂര്യൻ്റെ കഴുത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നെപ്പോലുള്ള ഒരാളുടെ അടുത്ത് അവളെ ഇത്രയും റിസ്ക് പിടിച്ചിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കാമെന്ന് എനിക്കറിയാം. നിൻ്റെ കയ്യിൽ ഞാൻ ഒരിക്കലും അവളെ തരില്ല, എനിക്കറിയാം അവളെ സംരക്ഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സൂര്യക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും പോലീസുകാർ പറയുന്നുണ്ട് സുധീഷിനോടും നിധിനോടും കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി സാരിയൊക്കെ ഉടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ പോലീസുകൾ അവളെ ഉടുപ്പിച്ചിട്ട് നേരെ ഒരുക്കി കൊണ്ടുവരുന്നുണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, രാജീവൻ്റെ മുന്നിൽ വെച്ച് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജീവനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ സുധീഷിനിട്ടിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധിക്കാണെങ്കിൽ സൈക്കിളിൽ അച്ചാന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് രാജീവൻ പറയുന്നത്, ഓ നിനക്ക് ഇവനെ അടിച്ചപ്പോൾ നൊന്തുമില്ലടി, എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും പോലീസുകാരൻ പറയേണ്ട അച്ഛൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ രണ്ടാളും മാല ചേർത്തി താലി കെട്ടിക്കോളൂ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് സുധീഷ് വേഗം നിധിയുടെ മനസ്സ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം മാല കെട്ട് കൊടുക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എന്താ ഇവിടെ സംഭവിക്കണമെന്ന് അറിയാതെ മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും രാജീവിൻ്റെ മുന്നിൽ വെച്ചിട്ട് സുധീഷും നിധിയും കല്യാണം കഴിക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.